കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ അപകടങ്ങൾ പതിവായിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നും നടപടിയില്ലെന്ന് വ്യാപക പരാതി. 2 വർഷത്തിനിടെ 4 തവണയാണ് സ്വകാര്യ ബസ് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കും മീറ്റ് മാർക്കറ്റിലേക്കും ഇടിച്ചു കയറി അപകടമുണ്ടായത്. ഇതേ അവസ്ഥ തന്നെയാണ് കോഴിക്കോട് ചേവായൂരിലും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലാണ്. ഏറെ വാഹനങ്ങൾ പോകുന്ന ഏറെ തിരക്കുള്ള ഒരു റോഡാണ്. മാത്രമല്ല ഇതൊരു ചെങ്കുത്തായ ഒരു ഇറക്കമുള്ള റോഡ് കൂടിയാണ്. ഇതിന് ഈ സ്ഥലത്തിന് ഏകദേശം 2 കിലോമീറ്റർ അകലെ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിലേക്ക് ചേറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ, ആംബുലൻസ് ഒക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. നമുക്ക് പുറകിലുള്ള ഈ സൂപ്പർ മാർക്കറ്റിലേക്കാണ് അന്ന് കഴിഞ്ഞ 3 തവണയും ഒരു സ്വകാര്യ ബസ് സിഗ്നൽ മറികടക്കാൻ അതിവേഗം വന്നൊരു സ്വകാര്യ ബസ് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറി വലിയൊരു അപകടം അന്നുണ്ടായിരുന്നു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും റോഡിൽ ഡിവൈഡർ സ്ഥാപിക്കാനോ കൃത്യമായ സിഗ്നൽ സംവിധാനം ഒരുക്കാനോ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയൊരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുകയാണോ മോട്ടോർ വാഹന വകുപ്പ് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പ്രദേശത്തിന് അടുത്ത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജും ഉള്ളത്. 2 ദിവസം കൂടുമ്പോൾ ഒരു വാഹനാപകടം ഇവിടെ പതിവാണെന്നാണ് പ്രദേശത്തെ കച്ചവടക്കാർ പറയുന്നത്. ഗതാഗത നിയമങ്ങളെല്ലാം പാലിച്ച് മറുവശത്തേക്ക് കടക്കുന്ന വാഹനങ്ങൾ തന്നെയാണ് അപകടത്തിൽപ്പെടുന്നവയിൽ മിക്കവയും. ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ ഇവിടുന്ന് ഒരു 10-12 കണ്ടിട്ടുണ്ട്. കാരണം ഈ കട്ടിങ് ഉള്ളതിനെ കൊണ്ട് ആൾക്കാർ അവിടെ 3-4 വണ്ടി നിർത്തിയാൽ പിന്നെ വരുന്ന വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ മെനയാന്ന് വരെ ഇപ്പോൾ അവിടെ ഇന്നലെ വരെ അവിടെ ഒരു ആക്സിഡന്റ് ആണ്. ഇന്നലെ വരെ ഒരു സ്കൂട്ടർ അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോഴാണ് ഒരു ആക്സിഡന്റ് ഇന്നലെ വരെ നടന്നത്. പക്ഷെ വണ്ടി വല്ലാതെ വരുത്താൻ അവിടെ വരിക. കോളേജ് റോഡായതിനെ കൊണ്ട് വണ്ടി ഓവറായിട്ട് വരും. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചവിട്ടിയാൽ കിട്ടൂല. കയറ്റമിറങ്ങി വരുന്ന വാഹനങ്ങളുടെ അമിത വേഗതയും വളവുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ദിശാ ബോർഡുകളുടെ അപര്യാപ്തതയുമാണ് അപകടത്തിന്റെ പ്രധാന കാരണങ്ങൾ. മാത്രമല്ല പലയിടത്തും റോഡിലെ വരകൾ മാഞ്ഞുപോയിട്ടുമുണ്ട്. റോഡ് മുറിച്ചു കിടക്കുന്നത് ഇരുവശത്തേക്കും അനുവദനീയമല്ല എന്ന് സൂചിപ്പിക്കുന്ന ഇരട്ട തുടർച്ചയായ മഞ്ഞവരകൾ പോലും പലയിടത്തും കാണാനില്ല. കേരളത്തിലെ നിരത്തുകൾ ഒട്ടും സുരക്ഷിതമല്ല. എല്ലാ ഗതാഗത നിയമങ്ങളും കാറ്റിൽ പറത്തി ചീറിപ്പായുന്ന നിരവധി വാഹനങ്ങളാണ് നിമിഷ നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞത്. ഈ ഗതാഗത നിയമലംഘകർക്ക് കൃത്യശിക്ഷ ലഭിക്കണം. അതിനുണർന്നു പ്രവർത്തിക്കേണ്ടത് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പാണ്. അവർ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ തുടരെ വാഹനാപകടങ്ങൾ നടക്കില്ല. എന്തായാലും ഇനിയെങ്കിലും ഗതാഗത നിയമലംഘനങ്ങൾ നടക്കുന്നവർക്കെതിരെ കർശന നടപടി വേണം. എങ്കിൽ മാത്രമേ നമ്മളുടെ നിരത്തുകൾ ചോരക്കളമാകാതെ ഉണ്ടാകൂ. ക്യാമറമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ, കോഴിക്കോട്.